കണ്ടോ ഇത്രയും കൂൺ കിട്ടി നമുക്ക്. മേക്കപ്പ് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ഗൈസ്, നമുക്ക് ഒരു തവണ കൂണ് കിട്ടിയതാണ്. വീണ്ടും നമ്മൾ കുറച്ച് കൂണ് കണ്ടിട്ടുണ്ട്. എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും പറിച്ചു നോക്കാം. നീളത്തിൽ കിട്ടാമോ? എടി അവിടെ കാല് പോകണ്ടോ മണ്ണും കാറ്റിക്ക്. അതൊക്കെ വെറുതെ അറിയാം. പൂന്നെ ചെവി ആക്കണം. അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒളിപ്പിച്ച് വെച്ചതാണ് ഗൈസ്. അപ്പം നമുക്ക് ഇന്നും നല്ല കൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മുട്ട കിട്ടിയെടുത്ത് നമുക്കിന്ന് നല്ല വിരിഞ്ഞ പടക്കൂണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് പടക്കൂൺ എന്ന് പറയുന്നത്. നല്ല നല്ല കൂണാണ് കേട്ടോ. ഇത് പറിക്കാന്ന് വെച്ചല്ല. കിട്ടി ഗൈസ്. വലിയ കൂനാണ് ഗൈസ്. ജന്തുക്കളുണ്ടോ? ഇല്ല, നല്ല കൂനാണ് ഗൈസ്. ഇനിയുണ്ട് കുറെ. ഇത് പിടിച്ച മേക്കപ്പ് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ വലിച്ചോണ്ടെന്നാണ്. നോക്ക് ഗൈസ്, ഒരു കൂന്റെ വലിപ്പം കണ്ടോ? ഇതൊക്കെ നമ്മളെ നാട്ടിലെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഗൈസ്. അതൊന്നുമില്ലൊക്കെ ഇതൊക്കെയാണ് കൂല്. പിടിച്ചാണോ? ഉള്ളത് നിലത്തേക്ക് പൊട്ടിപ്പോയി. സാറിലല്ലോ. പക്ഷെ ഇത് കേടാണ് കേട്ടോ. എന്താ കുറെ ജന്തുക്കളുണ്ട്. ആണോ? എന്താണിത്? നല്ല ഇളകണ മണ്ണ. അച്ഛ പൊട്ടിപ്പോയി. കളയണ്ടടാ. കൂനല്ലേ, നല്ല കൂന. ഞാൻ ഇങ്ങനത്തെ കൂന കൊറേ കണ്ടിട്ട്. പൊട്ടിയ കിട്ടണില്ല. എന്റെ കൈ ആകെ മണ്ണ. കണ്ടോ ഇത്രയും കൂൺ കിട്ടി നമുക്ക്. നമ്മള് തിരയാണ് കേട്ടോ ഇനി ഉണ്ടോന്ന്. കൊറേ തിരഞ്ഞാലേ കിട്ടുള്ളൂ. ഒക്കെ ഭാഗ്യാണ് കൂൺ കിട്ടണതൊക്കെ. കൂൺ എപ്പോഴും മണക്കുണ്ട് കേട്ടോ. എവിടെയാന്ന് അറിയില്ല. നമ്മളെല്ലാരും കൂടി തിരഞ്ഞോണ്ടിരിക്കുക. വീട്ടിലെ അമ്മയൊക്കെ അടുക്കളപ്പണി വരെ ഒഴിവാക്കി വന്നതാണ് ഗൈസ്. ഇന്ന് അത്താണ് ഗൈസ്. പഫ് വെക്കാനില്ലെങ്കിലേ ഇതൊക്കെ വാടിയോ? ചെറുതൊക്കെ വാടിയോ? രണ്ടെണ്ണത്തിന് നല്ലതുള്ളൂ. ഒന്നും വിരിയണില്ല അല്ലേ? അല്ല പുറത്തൊക്കെ ഉണ്ട്.
അതാ മുകളിൽ അതൊന്നും കിട്ടൂല, കൊമ്പൊക്കെ പൊട്ടില്ല. പൊട്ടിക്കണ്ട, നമുക്ക് ആവശ്യം വരും. 10 ദിവസം ഉണ്ട്. ഇവിടെ ചെമ്പരത്തി ഉണ്ട്. നമുക്ക് ഈ ചെമ്പരത്തി ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞങ്ങളെ കലാവിരുദ്ധം മുഴുവൻ പുറത്തേക്ക് വരും. മിക്കവാറും 2 വീടും തമ്മിൽ അടിയാവും. ഇത് ശരിക്കൊരു എസ്തറ്റിക് കാണാൻ. ഇത് ശരിക്കും അവിടെ ഒന്നുണ്ടടി. നമുക്ക് ഇത്രയും പൂവും കിട്ടിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ? ഇത്രയും പൂവും കിട്ടിയ ആവേശത്തിൽ ഞങ്ങൾ പൂ പറിക്കാൻ മറന്നു ഒരു നിമിഷം. പിന്നെ പൂ കണ്ടപ്പോഴാണ് ഓർത്തത്. ഒക്കെ ഊരിക്കട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കിട്ടിയ പൂവൊക്കെ 2 വീട്ടിലേക്കായിട്ട് ഓരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 വീട്ടിലും പോയി പൂടാം. ബൈ.